രാജ്യത്ത് വ്യാജ റിട്ടേൺ സമർപ്പിച്ച ആദായ നികുതി റീഫണ്ടിലൂടെ കോടികളുടെ തട്ടിപ്പ്. വൻകിട കമ്പനികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കം തട്ടിപ്പ് നടത്തി. വ്യാജ ആദായ നികുതി റിട്ടേൺ തയ്യാറാക്കാൻ പ്രവർത്തിച്ചത് IT പ്രൊഫഷണലുകളുടെ വൻ റാക്കറ്റാണ്. ഏജന്റുമാർക്കെതിരെയുള്ള നടപടി ആദായ നികുതി വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, വലിയൊരു തട്ടിപ്പിന്റെ ചുരുൾ അഴിയുകയാണോ? ഇത് ഏത് തരത്തിലേക്കാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്? IT ഇന്നലെ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിൽ വൻ റാക്കറ്റിന്റെ ചുരുളുകളാണ് അഴിഞ്ഞിരിക്കുന്നത്. പലതരത്തിലുള്ള തട്ടിപ്പ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി TDSന്റെ മറവിൽ നടന്ന വലിയ ക്രമക്കേടിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വ്യാജ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിച്ചുകൊണ്ട് നികുതി ഇളവ് നേടിയെടുക്കുക എന്നതാണ് ഇവിടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇതിനായി ഏജന്റുമാർ പ്രവർത്തിച്ചെന്ന വിവരം ITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഏതാണ്ട് രാവിലെ ആരംഭിച്ച പരിശോധന രാത്രി വൈകിയും തുടർന്നു. രാജ്യത്തിന്റെ 7 സംസ്ഥാനങ്ങളാണ് ഇത്തരത്തിൽ പരിശോധന നടന്നത്. ഇതിൽ കേരളത്തിൽ തന്നെ 5 ജില്ലകൾ, കോഴിക്കോട്, കണ്ണൂർ, ആലപ്പുഴ, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് ഈ പരിശോധന നടന്നത്. ഈ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് നടന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം തന്നെ എത്ര കോടികളുടെ തട്ടിപ്പ് ഇതിൽ നടന്നു എന്ന വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇന്നലെ നടത്തിയ പരിശോധനയുടെ വിവരങ്ങളെല്ലാം തന്നെ IT ഇപ്പോൾ ക്രോഡീകരിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമേ എത്ര കോടികളുടെ തട്ടിപ്പ് ഇതിൽ നടന്നു എന്ന വിവരം പുറത്തു വരികയുള്ളൂ. എന്തായാലും ഇതിൽ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും കൂടി ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. ആ നിലയിലൊരു തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കൂടുതൽ പേർ കുടുങ്ങാനുള്ള സാധ്യതയുമുണ്ട്. മൾട്ടിനാഷണൽ കമ്പനികൾ മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥരും ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഇതിനായി IT പ്രൊഫഷണലുടെ വൻ റാക്കറ്റ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു. ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധനയും അതിനുശേഷമുള്ള ഈ വ്യാജ റിട്ടേൺ സമർപ്പിച്ച ആദായ നികുതി റീഫണ്ടിലൂടെ കോടികളുടെ തട്ടിപ്പ് നടത്തി എന്നതാണ്. അതിലിപ്പോൾ വിശദമായി തന്നെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടക്കുകയാണ്.